പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരച്ഛനാണ് പ്രശാന്തച്ഛൻ. ഞാൻ എന്നും നന്ദിയോടെ ഇന്നും ആ കബറിടത്തിങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ തീച്ചൂളയിലാണ് ഞാനിവിടെ വന്നിരുന്നത്. ആ 3 മാസക്കാലം ഞാൻ ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അച്ഛൻ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞ അച്ഛൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യയാണ് ഞാൻ. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ അഭിമാനമുണ്ട്. ഹല്ലേലൂയ. അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ടേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന, സഹനത്തിൻ്റെ വേദന ഇതും പേറി ഞാനിവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന, മോളെ നീ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്ക്. എന്നിട്ട് നീ എല്ലാ സമയത്തും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, എന്നെ ഒന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നീ മറ്റൊന്നും പ്രാർത്ഥിക്കണ്ട കുഞ്ഞെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ. ആദ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുക? ഞാനിങ്ങനെ വേദനിച്ചിരിക്കുന്ന എന്നോട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ ആ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും. അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയില്ല. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് അച്ഛൻ ഈ പറഞ്ഞു തന്ന പ്രാർത്ഥന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ അവിടെ കണ്ണും പൂട്ടിയിരിക്കും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം അച്ഛൻ എന്നെ ഈ പരിശുദ്ധ അമ്മയുടെ നടയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മോളെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ മോൾ അവിടെ പോയിരുന്നിട്ട് ആ നിത്യാരാധന ചാപ്പലിൽ ഇരിക്കുമ്പോൾ നീ ഈശോയുടെ മടിയിലായിരിക്കുന്നത്. നീ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പൊന്നു മോളെ നീ ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, എൻ്റെ ഹൃദയത്തിൽ ഒന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞാൻ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു. എൻ്റെ മനസ്സിലൂടെ ഈ പ്രാർത്ഥന വന്നു. ഞാൻ പിന്നെ തോർത്തു, എൻ്റെ ദൈവമേ, ഇത്രയും വിശുദ്ധനായ ഒരു അഭിഷിക്തനല്ലേ എന്നോട് പറഞ്ഞത്, എന്നാൽ പിന്നെ ഇതങ്ങ് പ്രാർത്ഥിച്ചേക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തലേ ദിവസത്തെ വേണ്ട എന്നുള്ള ആ തീരുമാനം മാറ്റിയിട്ട് പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ ആ നിത്യാരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, എൻ്റെ ഹൃദയത്തിൽ ഒന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല. അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ഈ ജപമാലയുടെ ഓരോ മണികളിലും ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ട് നടന്നു. പിറ്റേ ദിവസം അച്ഛനെ പരിശുദ്ധ അമ്മയുടെ നടയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാ സംഭവിക്കുന്നേ? അച്ഛൻ, എന്നിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വലതുകറി ഉയർത്തിയിട്ട് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, മറ്റൊരു പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ കൊച്ചു ചെല്ലണ്ട, ഇത് മാത്രം പ്രാർത്ഥിച്ചു. ഞാനിത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കാരോട് ക്ഷമിക്കാനില്ല, എനിക്കൊന്നും വിട്ടുകൊടുക്കാനില്ല, എനിക്കൊന്നും അംഗീകരിക്കാനില്ല. അപ്പം ഞാൻ ഓർത്തു, എന്നിലൊരു വലിയ മാറ്റം സംഭവിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിലൊരു വലിയ മാറ്റം സംഭവിച്ചു. ഇന്ന് പുണ്യനായ ഈ അച്ഛൻ്റെ, ഈ അഭിഷിക്തൻ്റെ ഈ ആലയത്തിൽ നിന്ന് ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലേ? അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? ഈ കുഞ്ഞ് പ്രാർത്ഥന എടുത്തങ്ങ് ചൊല്ലിക്കോ, അത്ഭുതം സംഭവിച്ചിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് സാക്ഷി ഞാനാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വിശുദ്ധനായ ഒരു അഭിഷിക്തൻ എനിക്ക് തന്ന നിർദ്ദേശം ഞാനത് കണ്ണും പൂട്ടി വിശ്വസിച്ചു, അന്ധമായി അനുസരിച്ചു. ഹല്ലേലൂയ. എന്ത് കാര്യം ചെയ്തു? ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നെ ഞാനത് കണ്ണും പൂട്ടി വിശ്വസിച്ചു, അന്ധമായി അനുസരിച്ചു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയമാണ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ തിരുഹൃദയമാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ തിരുഹൃദയമാണ്
നമ്മളെ വിട്ടുകൊടുക്കാൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയരട്ടെ. ക്ഷമിക്കാനുള്ളവരെയൊക്കെ ഈ കരങ്ങൾ